നോക്കാം. ഓക്കെ, ചെയിൻ എടുത്തു, അതിനുശേഷം സീക്വൻസ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഷുഗർ ബീഡ് ചെയ്യുന്ന പോലെ 3-4 ഇട്ടിട്ട് ചെയ്യാന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു സീക്വൻസ് ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കില്ലേ, അപ്പൊ നമുക്ക് ഒരുപാട് നീഡിൽ ഇടുമ്പോ നമ്മൾ ഒന്ന് പിന്നെ ചെയിനിലിട്ട് കൊടുക്കുമ്പോ ചിലപ്പോ 2-3 ഒപ്പം ഒരുമിച്ചിട്ട് ഒട്ടി പിടിച്ച പോലൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ നമ്മള് ഓരോന്നിട്ടിട്ട് ചെയ്യുന്നാവും നല്ലത്. നമ്മൾ ഈ ഒരു ചെയ്യണ തുണിമ തന്നെ ഓരോന്ന് ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ ഇതില് കുഞ്ഞ ലോക്കിന്റെ ഒന്നും ആവശ്യമില്ല, ഫ്ലാറ്റ് ആയിട്ട് നിൽക്കണ കാരണം നമ്മൾ ജസ്റ്റ് ഈ ഒരു ഷേപ്പ് വരുന്നിടത്തൊക്കെ അതുപോലെ തന്നെ അങ്ങനെ ചെയ്ത് പോയാൽ മതി. ഷുഗർ ബീഡ് ആകുമ്പോൾ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ആ ഒരു കോണ് ഭാഗം വൃത്തിയിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു കുഞ്ഞ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഫ്ലാറ്റ് സീക്വൻസിന് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല, കാരണം ഫ്ലാറ്റ് ആയിട്ട് നിൽക്കണ കാരണം ആ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു കുഞ്ഞ ലോക്കിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് ഈ ഒരു ഇത് കഴിഞ്ഞു. അപ്പൊ ഞാനിതാ ഇവിടെയാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ചെയിൻ എടുത്തിട്ട് അടിക്ക് വലിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മളെ പേയ്ഡ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ശരിക്കുള്ള എൻഡ് നോട്ട് ഞാനിപ്പോ ഇടണ പോലെയാണ് ഇടുക. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ പേയ്ഡ് ക്ലാസ്സിലാണ് പഠിപ്പിക്കണേ. അപ്പൊ ഇവിടെ ഇട്ടുള്ള എൻഡ് നോട്ടാണ് ശരിക്കും നമ്മളെ ആര്യവർക്കിലുള്ള കെട്ടിടുക എന്ന് പറയുന്ന എൻഡ് നോട്ട്. അപ്പോൾ അത് നമ്മൾ പേയ്ഡ് ക്ലാസ്സിലാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. അത് നമുക്ക് ലൈവിലൂടെ തന്നെ നമ്മളത്, അതായത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് അത് ക്ലിയർ ആവാത്തവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് സെപ്പറേറ്റ് ഓരോരുത്തർക്ക് തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടാണ് നമ്മൾ ആ എൻഡ് നോട്ടും അല്ല ഡൗട്ടുകളൊക്കെ ഉണ്ട്, അവർക്ക് വീഡിയോ കണ്ടിട്ട് ക്ലിയർ ആയിട്ടില്ല, ഒന്നും കൂടിയും ക്ലിയർ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് പറഞ്ഞു തരേണ്ടവർക്ക് അങ്ങനെ പറഞ്ഞു തരും. അതല്ല കോൾ ചെയ്തിട്ട് തന്നെ ഒന്ന് പറഞ്ഞു തരാൻ നന്നായിരുന്നു എന്ന് തോന്നുന്നവർക്ക് കോൾ ചെയ്ത് വാട്സപ്പിൽ കോൾ ചെയ്തിട്ട് തന്നെ നമ്മളത് ക്ലിയർ ആക്കി തരും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് വരെ നമ്മളത് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ പേയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവര്, പിന്നെ ഫ്രീ ക്ലാസ്സിൽ ചേർന്നെന്ന് വിചാരിച്ചിട്ട് ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു 4 വർക്കും ചെയ്യാതിരിക്കരുത്. നല്ലോണം പ്രാക്ടീസ് ചെയ്തു നോക്കുക കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾ ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് വെറുതെ കണ്ടു പോകരുത്, നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. വർക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് പിന്നെ ഡൗട്ട് ചോദിക്കാതിരിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ആക്കി തരൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കണം. ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് വെറുതെ വീഡിയോ കണ്ടു പോകരുത്. പിന്നെ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഓക്കെ, നമ്മൾ ഈ ഒരു 4 സ്റ്റിച്ചിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആവാത്തുണ്ട്, പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തോടു കൂടി നമ്മുടെ ഫ്രീ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻഷാല്ല പേയ്ഡ് ക്ലാസ്സിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും കാണാം പേയ്ഡ് ക്ലാസ് വഴി ഇൻഷാല്ല. ഓക്കെ, താങ്ക് യു.